2026 ജൂലൈ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. മേടക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. അശ്വതി നക്ഷത്രവും ഭരണി നക്ഷത്രവും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേർന്നതാണ് മേടക്കൂർ എന്ന് പറയുന്നത്. പുതിയ സംരംഭം തുടങ്ങാൻ പോകുന്നവർക്ക് ഇത് വളരെയധികം പറ്റിയ ഒരു സമയമാണ്. അതിനു വേണ്ടുന്നുള്ള ലൈസൻസും മറ്റ് അംഗീകാരങ്ങളെല്ലാം ലഭിക്കുന്നു. അതിൽ കാലതാമസം ഉണ്ടാകുന്നില്ല. ധനത്തിനും മറ്റ് ഐശ്വര്യങ്ങളും ധാരാളം ലഭിക്കുന്ന ഒരു സമയമാണ്. ഗുണമുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് നിക്ഷേപ പദ്ധതികളിലേക്ക് നിങ്ങൾക്ക് നിക്ഷേപം നടത്താനായിട്ട് സാധിക്കുന്നു. അതുപോലെ ആഗ്രഹങ്ങൾ മിക്കവാറും നടന്നു കിട്ടുന്ന ഒരു സമയവും കൂടിയാണ്. കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള അലച്ചിലും കാലതാമസവും ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു. മുടങ്ങിക്കിടന്ന വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ മനസ്സിന് വളരെയധികം സമാധാനം ലഭിക്കുന്നു. ശത്രുക്കളുടെ ശല്യം കുറയുന്നു. ബന്ധുക്കളുടെ സഹകരണവും സഹായവും നിങ്ങൾക്ക് ലഭിക്കുന്നു. അധികാരമുള്ള ഒരു തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. മുമ്പ് ഒരിടത്തും സുഖമില്ലാത്ത അവസ്ഥ, മുമ്പ് എവിടെ ചെന്നാലും ഒരു സുഖമില്ലാത്തൊരവസ്ഥ മാറിക്കിട്ടിയിട്ട് ഇപ്പം അതിന് മനഃശാന്തി ലഭിച്ച് എവിടെ ചെന്നാലും സുഖം കിട്ടുന്നൊരവസ്ഥയിലേക്ക് വരാനായിട്ട് സാധിക്കുന്നു. കുടുംബത്തിലും മറ്റും ഏറെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നു. സർക്കാരിൽ നിന്നുമുള്ള ഉപദ്രവങ്ങൾ കുറയുന്നു. ഏതെങ്കിലും തരത്തിൽ അഗ്നിബാധ മൂലം ഉണ്ടായ നാശനഷ്ടത്തിൽ നിന്നും മോചനം ലഭിക്കുന്നു. മനസ്സിൻ്റെ ഡിപ്രഷൻ പോലുള്ള മനോവിചാരങ്ങൾ കുറയുന്നു. കോടതി കേസുകളിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുന്നു. ഏഴര ശനിയുടെ ഉപദ്രവം കുറയുന്നു. ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ബുധനും ഗുരുവും ശുക്രനും ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ സരസ്വതി യോഗം സംഭവിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നു. ശ്രമങ്ങൾക്ക് വളരെയധികം ഗുണം കിട്ടുന്നൊരു സമയമാണ്. ഏത് കാര്യവും ആഗ്രഹിക്കുന്നതിനുള്ള ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വേഗം ലഭിക്കുന്നതിനുള്ള ഒരു ഇതുണ്ട്. കാലതാമസം ഉണ്ടാകുന്നില്ല. അതുകൂടാതെ എന്ത് കാര്യത്തിനെക്കുറിച്ചും ഒരു ഗ്രഹണശേഷി ഉണ്ടാകുന്നു. പെട്ടെന്ന് ഗ്രഹിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നു. മികച്ച ആശാവിനിമയ ശേഷി, മികച്ച രീതിയിലുള്ള ആശയവിനിമയ ശേഷി ഉണ്ടാകുന്നു. ഏത് വാർത്താവിനിമയ രംഗത്തായിരുന്നാലും അവർക്ക് തൻ്റെ കഴിവ് തെളിയിക്കാനായിട്ട് സാധിക്കുന്നു. മികച്ച മീഡിയയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നു. അനുഭവം കഴിവും മൂലം ഉയരങ്ങളിൽ എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു. കുടുംബസൗഖ്യവും സമാധാനവും ലഭിക്കുന്നു. അതുപോലെ ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് ചില മോശ അവസ്ഥ വരുന്നതിനൊരു സാധ്യതയുണ്ട്. മാനഹാനി വരാതെ ശ്രദ്ധിക്കുക. മതപരമായ കാര്യങ്ങൾക്ക് തടസ്സം വന്നേക്കാം. അവിവേകം മൂലം തിരിച്ചടി ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ആലോചിച്ച് വേണം അത് തീരുമാനിക്കാൻ. ഇനി മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ പ്രായത്തിനനുസരിച്ചിട്ടാണ് ഫലങ്ങൾ പറയുന്നത്. 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സാധാരണ അസുഖങ്ങൾ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. ഈ കാലത്തെ കുട്ടികളെ അഗ്നിയിൽ നിന്ന്, പൊട്ടാസ്, പടക്കം, വൈദ്യുതി ഇവകളിൽ നിന്നും അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കുറച്ച് അകലം പാലിക്കുക, ശ്രദ്ധിക്കുക. അച്ഛനമ്മമാർ സഹിതം അന്യദേശത്തേക്ക് പോകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 3 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക്, രക്ഷകർത്താക്കൾക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. വിദ്യാഭ്യാസം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. വാഹനങ്ങൾ ലഭിക്കുന്നതിനുള്ള യോഗം കാണുന്നു കുടുംബത്തിന്. അതുപോലെ കുടുംബത്തിൽ ക്രമേണ ഐശ്വര്യം വർദ്ധിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചെറിയ അസുഖങ്ങൾ വരാം, എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഈ സമയം കാണുന്നില്ല. 23 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് അധികം നല്ല കാലമല്ല ഈ സമയം. സർക്കാരിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഉണ്ടാകാം. തൊഴിൽ സംബന്ധമായി പ്രശ്നങ്ങൾ കാണുന്നില്ല. ഈ സമയം കേസുകൾ നടത്തിയാൽ വിജയസാധ്യത കുറവാണ്. 29 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് തൊഴിൽ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ കാണുന്നില്ല. തൊഴിലിൽ ഉയർച്ച ഉണ്ടാകാം. വിവാഹം നടക്കുന്നതിനും സന്താനഭാഗ്യം ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. വാദം, പിത്തം, കഫം മൂലമുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് പ്രത്യേക ചില ബഹുമതികൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 39 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും ഉന്നതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. അസൂയാലുക്കൾ, ശത്രുക്കൾ ഇവർ പ്രതികാര നടപടികളുമായി വരാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും എല്ലാവരുമായി ഒരുവിധം ഐക്യത്തിൽ പോകുന്നതായിരിക്കും ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലത്. അടുപ്പിക്കാൻ കൊള്ളാത്തവരുമായി ഒരിക്കലും ഇടപാടുകൾ നടത്തരുത്.
46 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ചില സമയങ്ങളിൽ ചിലർക്ക് സാമ്പത്തിക പ്രതിസന്ധി വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. തൊഴിലിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ തന്നെ കഴിയുന്നതും പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. വയറ് സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ വന്നേക്കാം. ഹൃദയത്തിന് ചില രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യത ചിലർക്ക് കാണുന്നുണ്ട്. 64 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള ആ കാലഘട്ടം സ്വന്തമായി തൊഴിൽ നടത്തുന്നവർക്ക് ഏറെ ഗുണകരമായ ഒരു കാലഘട്ടമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു വരുന്നു. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. മോഷ്ടാക്കളിൽ നിന്നും ഭയം ഉണ്ടാകുന്നു. വയറ് സംബന്ധിച്ച് ചില രോഗങ്ങൾ ഉണ്ടാകാം. എങ്കിലും ധനമുള്ളത് കൊണ്ട് വലിയ പ്രയാസങ്ങളൊന്നും വരാതെ മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്നു. അടുത്ത ഭരണി നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 12 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് ആരോഗ്യം ഒരുവിധം തൃപ്തികരമായിരിക്കും. ഈ കാലഘട്ടത്ത് സ്വർണം, വെള്ളി മുതലായ ആഭരണങ്ങൾ ലഭിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ഭൂമിയും വീടും ലഭിക്കുന്നതിനും കുടുംബത്തിലെ മറ്റുള്ള ചില സന്തോഷങ്ങൾ വരുന്നതിനും സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം തുടർന്ന് പോകാൻ സാധിക്കുന്നു. കുട്ടിയും ബന്ധുക്കളും ഒരിക്കലും വാദപ്രതിവാദങ്ങളിൽ, അതായത് തർക്കങ്ങളിൽ പങ്കെടുക്കുന്നത് നല്ലതല്ല. കാരണം പിന്നീട് അത് വലിയ കേസൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് വീട്ടുകാർ ചില മേലധികാരികളിൽ നിന്നും അനിഷ്ടങ്ങൾ ഉണ്ടാകാം. വീട്ടുകാർക്ക് വലിയ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് അനിഷ്ടങ്ങൾ ഉണ്ടാകാം. ചില രോഗങ്ങളും അരിഷ്ടതകളും വരാനൊരു സാധ്യത കാണുന്നുണ്ട് ചിലർക്ക്. അതുപോലെ തന്നെ അമിതമായ കോപം ഉണ്ടെങ്കിൽ അത് അടക്കേണ്ടതാണ്. വിദ്യാലയത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ആയതിനാൽ സ്വന്തം കാര്യം മാത്രം, വിദ്യാലയത്തിൽ പോകുമ്പോൾ സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക, പഠിപ്പിൽ ശ്രദ്ധിക്കുക. 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസത്തിന് പ്രശ്നമില്ലാതെ പോകാനായിട്ട് സാധിക്കുന്നു. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിയുന്നു. തൊഴിലിൽ നിന്നും ലഭിക്കുന്നതിനാൽ, തൊഴിലിൽ അഭിവൃദ്ധി ലഭിക്കുന്നതിനാൽ അതിന് വളരെയധികം സാധ്യത നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ചിലർക്ക് വിദേശ പഠനത്തിന് പോകാനായിട്ടുള്ളൊരു ഭാഗ്യം കാണുന്നുണ്ട്. ചിലർക്ക് ചില അവസരത്തിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുമെങ്കിലും പിന്നീട് അത് പരിഹരിക്കപ്പെടുന്നു. പ്രേമം തോന്നാനും അത് വിവാഹത്തിൽ കലാശിക്കാനും ഒരു സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത്. 28 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു പരാജയത്തിലേക്ക് എത്തിച്ചേരാം. അതിനാൽ അത് സ്വന്തമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ സ്വന്തമായി പുതിയ രീതി തേടുന്നവർക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് അവർക്ക് സാധിക്കുന്നു. അവർ വളരെയധികം വിജയം അവർക്ക് ലഭിക്കുന്നു. അതുവഴി വൻപിച്ച രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും അവർക്ക് ലഭിക്കുന്നു. അല്പം വിവേചന ബുദ്ധി സ്വീകരിക്കുന്നത് പിന്നീട് വരാൻ പോകുന്ന അപവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നു. ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. 35 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിലിൽ കഠിനാധ്വാനം വന്നേക്കാം. എങ്കിലും അതുവഴി സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. തൊഴിൽശാലയിലെ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കണം. തൊഴിൽശാലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കേണ്ടതാണ്. അന്യദേശവാസം ഈ സമയം കാണുന്നുണ്ട്. ചിലർക്ക് ജോലി സംബന്ധിച്ച് വിദേശ രാജ്യത്ത് പോകുവാൻ നിങ്ങൾക്ക് യോഗമുണ്ട്. വീടും ഭൂസ്വത്തും ഉണ്ടാകാനായിട്ട് ഈ സമയം ഒരു യോഗം കാണുന്നുണ്ട്. ചിലർക്ക് ചില രോഗങ്ങൾ വരുമെങ്കിലും വലിയ സാമ്പത്തിക ഞെരുക്കം ഈ സമയം അനുഭവപ്പെടുന്നില്ല. ചികിത്സിച്ച് സുഖം തേടാവുന്ന അസുഖങ്ങൾ മാത്രമാണ് വരുന്നത്. 53 വയസ്സ് മുതൽ 69 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിൽ സംബന്ധിച്ച് പുരോഗതി ഉണ്ടാകുന്നു. ദാനാദി ധർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഒരു മനസ്സ് നിങ്ങൾക്ക് വരുന്നു. ആനുകൂല്യങ്ങൾ, അവാർഡുകൾ, ബഹുമതികൾ എന്നിവ ലഭിക്കുന്നതിനൊരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. എന്നാൽ ചില അത്യാഗ്രഹികളും മറ്റും നിങ്ങളുടെ പേരിൽ കേസുകൾ കൊടുക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. എന്നാലും അവസാന വിജയം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. ധാരാളം ധനവും മറ്റ് ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. ചിലർക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു വലിയ പദവിയുള്ള സർക്കാർ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. സർക്കാർ മുദ്രവെച്ച വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനും അധികാര പദവിയിൽ എത്തുന്നതിനും യോഗം കാണുന്നുണ്ട്. 69 വയസ്സ് മുതൽ 88 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് ചില വാതരോഗങ്ങൾ വരാൻ സാധ്യത കാണുന്നു. സ്വഭവനത്തിൽ നിന്നും മാറി താമസിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. സമൂഹത്തിൽ ഈ സമയം നിങ്ങൾക്ക് ഒരു നേതൃത്വ സ്ഥാനം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്.
ഒരു അശുഭ ദർശനം നിങ്ങൾക്ക് കിട്ടുന്ന, അതായത് സ്വപ്നത്തിൽ നിങ്ങൾ ചിലത് മോശമായി കാണുന്നതിനൊരു സാധ്യതയുണ്ട്. കാര്യസിദ്ധി ഉണ്ടാക്കും, നിങ്ങൾക്കൊരു കാര്യസിദ്ധി ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ആത്മീയതയിലേക്ക് തിരിയുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അടുത്ത കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത്. 5 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് അത്ര സുഖകരമല്ല ഈ കാലഘട്ടം. ചില രോഗങ്ങൾ, അരിഷ്ടതകൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. ധനത്തിന് കുറവ് വരാം. ചില അസുഖങ്ങൾ ഗുരുതരമാകുവാനും ചിലർക്ക് സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ ചെറിയ രീതിയിൽ അസുഖം ഉണ്ടെങ്കിലും വൈദ്യസഹായം തേടേണ്ടതാണ്. അതെല്ലാം തരണം ചെയ്യാൻ സാധിക്കുന്നു. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരുവിധം ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ എന്നിവ മാറി ജീവിതം തന്നെ പുരോഗതിയിലേക്ക് വരുന്ന ഒരു സമയമാണ്. സ്വർണം, വെള്ളി മുതലായ ആഭരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസം പുരോഗമിക്കുന്നു. ശത്രുക്കളുടെയും മോഷ്ടാക്കളുടെയും ഉപദ്രവം ഉണ്ടാകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കഫജന്യങ്ങളായ അസുഖങ്ങൾ വരുമെങ്കിലും നിയന്ത്രിക്കാൻ സാധിക്കുന്നു. 15 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതി ചില അസൂയക്കാർ സഹിക്കാൻ കഴിയില്ലാതെ വരാം. അവർ പല ചതിയിലും പെടുത്തി നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശത്തേക്ക് പോകാനുള്ള സാധ്യത ലഭിക്കുന്നതിനുള്ള ഒരു ഭാഗ്യമുണ്ട്. നിങ്ങൾക്ക് ലഭിക്കാവുന്ന മാർക്കുകൾ, സ്കോളർഷിപ്പുകൾ, അവാർഡുകൾ, മറ്റു നടക്കുവാൻ പോകുന്ന നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒന്നും കുടുംബത്തിന് വെളിയിലുള്ളവരുമായി ഒരിക്കലും പങ്കുവെക്കരുത്. ഉപദ്രവം വരാം, കാര്യങ്ങൾ നടക്കാതെ വരാം, കുടുംബത്തിലെ അസൂയാലുക്കൾ ഉണ്ടാകാം. ആരെയും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവർ രഹസ്യമായി നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, പാസ്പോർട്ട്, യാത്രാരേഖകൾ തുടങ്ങിയവ ഒന്നും നിങ്ങൾ പരസ്യമായി വീട്ടിൽ വയ്ക്കരുത്. അതിനാൽ അവ ഭദ്രമായി രഹസ്യ അറകളിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവ നശിപ്പിക്കുവാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ നിങ്ങളുടെ ബാഗുകൾ, ലഹരി വസ്തുക്കൾ ആരും വയ്ക്കാതെ ശ്രദ്ധിക്കുക. ആരുടെയും ഒരു സാധനവും വിദേശത്തേക്ക് കടത്തുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. ചതിക്കപ്പെടേണ്ട സാധ്യത കാണുന്നുണ്ട്. 22 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ആദ്യം ചില സാമ്പത്തിക പ്രശ്നങ്ങൾ വരാം എങ്കിലും പിന്നീട് എല്ലാം ശരിയാകും. തൊഴിലിലും പഠിപ്പിലും ശ്രദ്ധിക്കുക. അന്യദേശവാസം കാണുന്നുണ്ട്. ആരോഗ്യം കുഴപ്പമില്ലാതെ പോകാൻ സാധിക്കുന്നു. ശരീരത്തിന് കാലാവസ്ഥയിലെ ചില വ്യത്യാസങ്ങൾ കൊണ്ടുള്ള ചെറിയ പ്രയാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം മാറിക്കിട്ടുന്നു. ചിലർക്ക് വേഗത്തിൽ ഉന്നതിയിൽ എത്താനായിട്ട് സാധിക്കുന്നു. ഇഷ്ടപ്പെട്ട തൊഴിൽ ലഭിക്കുന്നതിനും വിവാഹം നടക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. സന്താന ഭാഗ്യം ഉണ്ടാകുന്നു. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. 40 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് തൊഴിൽ സംബന്ധമായി വളരെ പുരോഗതി നേടേണ്ട ഒരു സമയമാണ്. ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നു. അംഗീകാരങ്ങളും അവാർഡുകളും ലഭിക്കുന്ന ഒരു സമയമാണ്. ഇഷ്ടപ്പെട്ട വാഹനം, വീട് എന്നിവ സ്വന്തമാക്കുന്നതിന് യോഗമുണ്ട്. ശത്രുക്കളെയും അസൂയാലുക്കളെയും ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. 56 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ചിലർക്ക് വാതരോഗം വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. സ്വന്തം വീട്ടിൽ നിന്നും മാറി വേറൊരു വീട്ടിലേക്ക് താമസിക്കുന്നതിനുള്ളൊരു യോഗം കാണുന്നുണ്ട്. സമൂഹത്തിൽ നിന്ന് അംഗീകാരം ലഭിക്കാം. ചിലർക്ക് നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ ഈ സമയം നിങ്ങളുടെ അധ്വാനം വളരെ കൂടിയിരിക്കും. ധനലാഭം ഉണ്ടാകാം. ചില നാശനഷ്ടം വന്നേക്കാം എങ്കിലും ധനത്തിനും മറ്റ് ഐശ്വര്യങ്ങൾക്കും യാതൊരു കുറവും ഈ കാലഘട്ടത്തിൽ വരുന്നില്ല. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാകുന്നു. നിങ്ങൾക്കുള്ള വാസ്തുപരമായോ ജ്യോതിഷപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായ ആയ കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. ഈ വരുന്ന ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.